blood, 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 and death. All right, you know what you're milking it. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സുട്ടോപ്പിയ രണ്ടാം ഭാഗമാണ്. അതായത് അതിലെ ആദ്യ ഭാഗം എടുത്തിട്ട് നമ്മളതിലെ ഓരോ സെൻറ്റൻസിൻ്റെ അർത്ഥവും ഓരോ വേർഡ്സിൻ്റെ അർത്ഥവും നമ്മൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാനുള്ള നേരെ വീഡിയോയിലേക്ക് കടക്കാം. Blood, 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 and death. All right, you know what you're milking. ഓൾ റൈറ്റ്, യു നോ യു ആർ മിൽക്കിങ് ഇറ്റ്. ഓൾ റൈറ്റ് എന്ന് പറഞ്ഞാൽ ശരി, ഓക്കെ. ഈ യുനോ എന്ന് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത് ഇടയ്ക്കിടെ നമ്മൾ സംസാരിക്കുന്നതിന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ യുനോ ഉപയോഗിക്കാം. നിനക്കറിയാലോ എന്നർത്ഥത്തിൽ, നിനക്കറിയാലോ എന്നർത്ഥത്തിൽ. യു ആർ മിൽക്കിങ് ഇറ്റ് അതൊരു പ്രയോഗമാണ് കേട്ടോ. അതായത് ആരെങ്കിലും ഓവറാക്കിയിട്ട് അഭിനയിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മിൽക്കിങ് ഇറ്റ് എന്ന പ്രയോഗം ഉപയോഗിക്കാം. യു ആർ മിൽക്കിങ് ഇറ്റ് എന്ന് പറഞ്ഞാൽ നീ ഓവറായി അഭിനയിക്കുകയാണ്, നീ ഓവറാക്കുകയാണ് എന്ന അർത്ഥത്തിൽ. Besides, I think we got it. I think we got it. We got it up there. Thank you, Yakety Yak. You laid it all out beautifully. Besides, I think we got it up. Besides എന്ന് പറഞ്ഞാൽ അതുകൂടാതെ. ഐ തിങ്ക് വി ഗോട്ട് ഇറ്റ്. ഞാൻ വിചാരിക്കുന്നു വി ഗോട്ട് ഇറ്റ്, നമുക്കത് കിട്ടിയിട്ടുണ്ടെന്ന്. അതായത് ഇവിടെ ഈ ബെൽവദറാണ് നമ്മുടെ ഇതിലുള്ള വില്ലൻ, ഈ ചെമ്മരിയാട്. കുറേ കാര്യങ്ങൾ, ഈ ആട് ചെയ്ത കുറ്റകൃത്യങ്ങളൊക്കെ തുറന്ന് പറയുന്ന ഒരു സാഹചര്യം ഇവിടെ വരുന്നുണ്ട്. അതെല്ലാം ഇവിടെ ടാപ്പ് റെക്കോർഡിൽ, ഈ ക്യാരറ്റ് പോലത്തെ ടാപ്പ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണ്. അത് കിട്ടി എന്നാണ് പറയുന്നത് കേട്ടോ. വി ഗോട്ട് ഇറ്റ് അപ്പ് ദർ എന്ന് പറഞ്ഞാൽ ആ ക്യാരറ്റിലേക്ക്, ആ ടാപ്പ് റെക്കോർഡിങ്ങിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറയുന്നത്. വി ഗോട്ട് ഇറ്റ്, നമുക്ക് കിട്ടിയിട്ടുണ്ട്, നമുക്കത് അവിടെ കിട്ടിയിട്ടുണ്ടെന്ന് പറയുകയാണ്. താങ്ക് യു യാക്ടി യാക്ക്. ഈ യാക്ടി യാക്ക് എന്ന് പറഞ്ഞാൽ ഒരു രസകരമായ പ്രയോഗമാണല്ലേ. അതായത് നിർത്താതെയുള്ള സംസാരം, വെറുതെ വാചകം അടിക്കുന്നതാണ് യാക്ടി യാക്ക് എന്ന് പറയുന്നത്. ഇതൊരു സ്ലാങ് ആട്ടോ, ഇതൊരു സ്ലാങ്ങായ പ്രയോഗമാണ്. ഇവിടെ ഈ ബെൽവദർ എന്ന വില്ലന് വെറുതെ എന്തൊക്കെയോ സംസാരിക്കുന്നതിനിടയിൽ ബെൽവദർ ചെയ്ത കുറ്റകൃത്യങ്ങളും പറയുന്നുണ്ട്. അതെല്ലാം ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണ്. I framed Lionheart. I can frame you too. It's my word against yours. എന്നിട്ട് ബെൽവദർ പറയുകയാണ്, ഐ ഫ്രെയിംഡ് ലയൺഹാർട്ട്, ഐ ക്യാൻ ഫ്രെയിം യു ടു. ഇവിടെ ഫ്രെയിംഡ് എന്നുള്ളത് വെർബാണ്. അതല്ലാതെ നമ്മൾ ഈ ഫോട്ടോ ഫ്രെയിം ചെയ്യുക എന്ന് പറയില്ലേ, ആ ഫ്രെയിം അല്ല ഇട്ടത്. ഐ ഫ്രെയിംഡ് എന്ന് പറഞ്ഞാൽ കബളിപ്പിക്കുക, അല്ലെങ്കിൽ കബളിപ്പിച്ചിട്ട് ഒരാളെ ചതിയിൽപ്പെടുത്തുന്നതിനെയാണ് ഫ്രെയിംഡ് അല്ലെങ്കിൽ ഫ്രെയിം എന്നൊക്കെ പറയുന്നത്. ഐ ഫ്രെയിംഡ് ലയൺഹാർട്ട്, ഞാൻ ലയൺഹാർട്ടിനെ ഫ്രെയിം ചെയ്തു, കബളിപ്പിച്ചു. ഐ ക്യാൻ ഫ്രെയിം യു ടു, എനിക്ക് നിന്നെയും ഫ്രെയിം ചെയ്യാൻ കഴിയും, എനിക്ക് നിന്നെയും കൊടുക്കാൻ കഴിയും, കബളിപ്പിക്കാൻ കഴിയുമെന്ന് പറയുകയാണ്. ഇറ്റ്സ് മൈ വേർഡ് അഗൈൻസ്റ്റ് യുവേഴ്സ്, ഇത് നിൻ്റെ വാക്കിനെതിരെയുള്ള എൻ്റെ വാക്കാണെന്ന് പറയുകയാണ്. അപ്പോൾ Actually, And I'll dart every predator in Zootopia to keep it that way. it's your word against yours. It's called a hustle, sweetheart. കൂടി പറയുകയാണ്. ആക്ച്വലി സത്യം പറഞ്ഞാൽ വാസ്തവത്തിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ ടാപ്പ് റെക്കോർഡർ ഓൺ ചെയ്ത് കൊടുക്കുകയാണ്, ഈ റെക്കോർഡിങ് ഓൺ ചെയ്ത് കൊടുക്കുകയാണ്. റെക്കോർഡിങ്ങിൽ ബെൽവദർ പറയുകയാണ്, ആൻഡ് ഐ വിൽ ഡാറ്റ് എവ്രി പ്രീഡേറ്റർ ഇൻ സുട്ടോപ്പിയ ടു കീപ്പ് ഇൻ ദാറ്റ് വേ. കൂടാതെ കാര്യങ്ങൾ ഇങ്ങനെ നിലനിർത്താൻ ഞാൻ സുട്ടോപ്പിയയിലെ എല്ലാ ഇരപിടിയ മൃഗങ്ങളെയും ഞാൻ വെടിവെച്ച് വീഴ്ത്തുമെന്ന് പറയുകയാണ്. ഈ ഡാർട്ട് എന്ന് പറഞ്ഞാൽ അതൊരു വെർബാണ്. അതിൻ്റെ അർത്ഥം മയക്കുവെടി വെക്കുക, അങ്ങനെയുള്ള അർത്ഥത്തിലാണ് വരുന്നത്. പ്രീഡേറ്റർ എന്ന് പറഞ്ഞാൽ ഇരപിടിയ മൃഗം, അതായത് സിംഹം, കടുവ, കുറുക്കൻ തുടങ്ങിയവയൊക്കെ, അതായത് ഇരയെ പിടിച്ചിട്ട് ഇരയെ ഭക്ഷണമാക്കി ജീവിക്കുന്ന മൃഗങ്ങളെയാണ് പ്രീഡേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ജൂഡി പറയുകയാണ്, ഇറ്റ്സ് വേർഡ് അഗൈൻസ്റ്റ് യുവേഴ്സ്, ഇത് നിൻ്റെ വാക്കിനെതിരെയുള്ള നിൻ്റെ വാക്ക് തന്നെയാണെന്ന് പറയും. ഇത് നിൻ്റെ വാക്കിനെതിരെയുള്ള നിൻ്റെ വാക്കെന്ന് പറയുകയാണ്. അതായത് നിൻ്റെ തെളിവിനെതിരെയുള്ള നിൻ്റെ തെളിവെന്ന് പറയുകയാണ്. അപ്പോൾ ജൂഡി പറയുകയാണ്, ഇറ്റ്സ് കാൾഡ് എ ഹസിൽ സ്വീറ്റ് ഹാർട്ട് ബൂം. ഇതിനാണ് ഹസിൽ എന്ന് പറയുന്നത്. ഹസിൽ എന്ന് പറഞ്ഞാൽ തന്ത്രം എന്നാണ് അർത്ഥം. അതായത് ഒരു തന്ത്രം, ബുദ്ധിപരമായ കബളിപ്പിക്കൽ എന്ന് ഇതിനാണ് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹസിൽ എന്ന് പറയുമ്പോൾ എഴുത്തിൽ ടി എന്നുണ്ടെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ടി എന്ന് ഉച്ചരിക്കാറില്ല. ജസ്റ്റ് ഹസിൽ എന്ന് പറഞ്ഞാലും മതി എന്നാണുള്ളത്. സ്വീറ്റ് ഹാർട്ട് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവളെ മുത്ത് എന്നൊക്കെ പറയില്ലേ,
ഇത് നമ്മൾ സ്നേഹം കൊണ്ട് വിളിക്കുന്നതാണ്, പക്ഷേ ഇവിടെ സ്നേഹം കൊണ്ടല്ല, ഇതൊരു വില്ലനാണല്ലോ. അപ്പം വില്ലനെ കളിയാക്കിക്കൊണ്ട് സ്വീറ്റ് ഹാർട്ട് എന്ന് വിളിക്കുകയാണ്, മുത്തയെന്ന് വിളിക്കുകയാണ്. ബൂം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക.